ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പരിശോധനാ ഫലം SITക്ക് ലഭിച്ചു. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും പാളികളെ പൊതിഞ്ഞ സ്വർണ്ണമാണ് തട്ടിയെടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിച്ച 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ലഭിച്ചത്. റിപ്പോർട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വ്യവസായി വിജയ് മല്യ സ്വർണത്തിൽ നിർമ്മിച്ചു നൽകിയ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളോ കട്ടിളപ്പാളികളോ മാറ്റിയിട്ടില്ല എന്നാണ് പരിശോധനാ ഫലം. കൊള്ളയടിച്ചത് പൊതിഞ്ഞ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. പാളികൾക്ക് 20 വർഷത്തിന് മുകളിൽ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നു. ജാംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SIT പരിശോധനയ്ക്കയച്ചത്. 8 സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് നൽകിയത്. പരിശോധനാഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. അതേസമയം SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. സ്വർണ്ണ സാമ്പിളുകളിൽ അത്യാധുനിക രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധന അത്യാവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് ജാംഷഡ്പൂരിലെ ലാബിൽ പരിശോധനയ്ക്കയച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.